നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇതിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രാർത്ഥനയുള്ള വലിയൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ 12 ദിവസങ്ങളിലും ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം ഈ 13ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ സഹായം നമുക്ക് ലഭിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം മാറി ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നൊരു സമയം വരുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പങ്കുവയ്ക്കാൻ പ്രാർത്ഥനയുള്ളത് ആത്മീയമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, ആ വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി എല്ലാം, ആ സാഹചര്യങ്ങൾക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട് 20-ാം അധ്യായം 24-ാമത്തെ വാക്യം, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടയായൊരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നിയോഗത്തെ സമർപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹമുള്ള 33 ദിവസത്തിൻ്റെ 13ാമത്തെ ദിവസമാണ് നമ്മളിന്നുള്ളത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയുന്ന സമയമാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ കുടുംബങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഈ മാതാപിതാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ രോഗക്കിടക്കയിലായിരിക്കുന്ന ഈ വ്യക്തി അങ്ങ് സഹായിക്കണമേ. ഈ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു മനസ്സിനെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ഇവരുടെ പ്രതിസന്ധികളെ മാറ്റിത്തരണമേ. കടബാധ്യതയിലും രോഗത്തിലും അസ്വസ്ഥതകളിലും കഴിയുന്ന ഇവരെ, ഈ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഇവരിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രതീക്ഷയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എത്ര തകർന്നു പോയാലും ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഉള്ളിലെ നിരാശ ഇതാണ്: എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എനിക്കിനി കരകയറാൻ പറ്റുമോ? എനിക്കൊരു ജീവിതം ഉണ്ടോ? എൻ്റെ ജീവിതം ശരിയാകുമോ? തുറന്ന ബൈബിളിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ നിങ്ങളോട്. ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങൾ കേട്ടുകൊള്ളുക. നിങ്ങൾ ദൈവനാമത്തിൽ രക്ഷപ്പെടും. കാരണം ബൈബിൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദൈവവചനം, ഈ പ്രവചന പുസ്തകം, ഈ വേദപുസ്തകം, ഈ പരിശുദ്ധ ബൈബിൾ, ജീവൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന് ആ വ്യക്തിയെ പണിതുയർത്താൻ പറ്റും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന യേശുവിനെ കുറിച്ചാണ് കാണുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇത്രയും തകർന്നു പോയ ഒരു മനുഷ്യൻ, ഒരുപക്ഷെ ഇത് നമ്മളാരും ഇത്രയും തകർന്നിട്ടുണ്ടാവില്ല. 5-ാം അധ്യായത്തിൽ ഒരു പിശാചു ബാധിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആ അധ്യായം മുഴുവൻ എന്നാണെന്നറിയാമോ? ആ അധ്യായം മുഴുവൻ തകർന്ന അവസ്ഥയിൽ നിന്ന് ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ചില വ്യക്തികളെ ദൈവം രക്ഷപ്പെടുത്തുന്നത്. ആരെക്കൊണ്ടും പറ്റാത്തതിനെ ദൈവത്തെ കൊണ്ട് കഴിയും. അതാണ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എന്ന് പറയുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുക. പിശാചു ബാധിതൻ, ഈ വ്യക്തി കല്ലറകളിലാണ് കടന്നുകൊണ്ടിരുന്നത്. കൈകളിലും കാലുകളിലും ചെങ്ങലകൾ ധരിച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പിശാചു ബാധിതൻ. നിങ്ങൾ ഓർത്തോ, ഈ വ്യക്തിക്ക് ഒരു അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കേണ്ട ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കിടക്കുന്നത് മനുഷ്യരെ, മരിച്ചു കഴിഞ്ഞ് മനുഷ്യരെ അടക്കം കൊള്ളുന്ന സിമിത്തേരി കല്ലറകളിൽ പോയി കിടക്കുകയാണ്. ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ സഹായത്തിനില്ല. ആ എഴുതിയിരിക്കുന്ന വാക്യം തന്നെ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്ന സ്ഥലം നോക്കൂ. ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ജീവനുള്ള ആരെങ്കിലും സിമിത്തേരിയിൽ പോയി രാവും പകലും കുടില് കെട്ടിയോ വീട് വെച്ചോ താമസിക്കുമോ? ഒരിക്കലും നമ്മളങ്ങനെ ഒരു ഭ്രാന്തം പോലും ചിലപ്പോൾ ചെയ്യത്തില്ലത്. ഒരു എത്രയും തകർന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇത്രയും മതമതിച്ച് പോകത്തില്ല.
പക്ഷേ അതിനകത്ത് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവനെ അന്വേഷിച്ച് പോലും ഒരു ദൈവം അവിടെ ചെല്ലുവാണ്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു. ഇത്രയും തകർന്നു കിടക്കുന്ന അവനെ തേടി അവിടെ ചെല്ലുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന ടീമംഗങ്ങൾ ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നല്ലോ. നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ ഇല്ലേലും പേടിക്കേണ്ട കേട്ടോ. നിങ്ങളെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട്. ചിലർ പറയില്ലേ, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്രയോ പേരിങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്, ഞങ്ങൾക്കൊന്നും ആരുമില്ല. സാരമില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലെങ്കിലും അവിടെയും നിങ്ങൾ ഡിപ്രസ്ഡ് ആകണ്ട, ഡൗൺ ആകണ്ട. നിങ്ങളെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനുണ്ടെന്ന്, ഇങ്ങനെ ഒരാളുണ്ടെന്ന് യേശുവിനോട് ആരും പറഞ്ഞില്ലല്ലോ. യേശു അറിഞ്ഞ് അവിടെ ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇപ്പോൾ വീടിൻ്റെ അന്തരീക്ഷത്തിലും സങ്കടത്തിലോ ഒറ്റപ്പെട്ട മുറിയിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ തേടി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം നിങ്ങളെ തേടി വരും. ഒരു പക്ഷേ നിങ്ങൾ പറയും, എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ തേടി വരാനില്ല, എൻ്റെ മക്കൾ പോലും എന്നെ വിളിക്കാറും അന്വേഷിക്കാറുമില്ല. അതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ അനുഭവത്തിൽ ശരിയായിരിക്കാം. നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്നില്ല, സുഹൃത്തുക്കളൊന്ന് ഫോൺ വിളിക്കുക പോലും, ഒരു മെസ്സേജ് പോലും ഇല്ല എന്നൊക്കെ നിങ്ങളുടെ പരാതിയായിരിക്കാം. പക്ഷെ ഈ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്ക് പറയുന്നു, നിന്നെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട്, നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട്, നിന്റെ കുടുംബത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത്രയും വാക്യം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ആരെങ്കിലും ചെല്ലുക, സിമിത്തേരി കടന്ന് തകർന്ന് തരിപ്പണമായി ശവകുടീരങ്ങൾക്കിടയിൽ രാവും പകലും ഡേയും നൈറ്റും എല്ലാം കിടക്കുന്ന ശവകുടീരങ്ങൾക്കിടയിലാണ്. മനസ്സ് മരിച്ചു മരവിച്ച മനുഷ്യൻ. പക്ഷെ അവനെ തേടി ഒരു യേശു വന്നു. 3-ാമത്തെ വാക്യം, ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചെങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് മൃഗങ്ങളെയൊക്കെ ചെങ്ങലയ്ക്ക് നമ്മൾ പൂട്ടിയിടാറുണ്ട്, അതേപോലെ പോലും ഇവനെ പറ്റിയിരുന്നില്ല. അടുത്ത വാക്യം, പലപ്പോഴും കാൽവിലങ്ങുകളും ചെങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചെങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ആ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകത, ആർക്കും എന്ന് എന്തിനാണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ കുറേ പേര് പരിശ്രമിച്ചു, ആർക്കും അത് ശരിയാക്കാൻ പറ്റിയില്ല. അത് ആർക്കും എന്ന് പറയാൻ കാരണം, പലരും ഇവനെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ, പലരും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പലരും ശ്രമിച്ചിട്ടിപ്പോൾ പരിശ്രമങ്ങളൊക്കെ വിഫലമായി. നിങ്ങളും ഏത് വിഷയത്തിലാണ് കുറേ പരിശ്രമിച്ച് കുറേ നോക്കി, എന്നിട്ട് അതെല്ലാം അതിൻ്റെ ഉത്തരം നിരാശയാണ്. പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഉത്തരം വന്നത് നിരാശയുടെ രൂപത്തിലാണ്. ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പരിശ്രമിച്ചത്? എൻ്റെ ജീവിതം ഒന്ന് നന്നായി പോകാൻ ഞാൻ പരിശ്രമിച്ചു, അല്ല ഞാൻ തന്നെ നോക്കിയിട്ട് എന്ന് നന്നായി പോകാൻ ആഗ്രഹിച്ച് സാധിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന്, മക്കളെ നന്നായിട്ട് വളർത്താൻ നിങ്ങൾ പരമാവധി പരിശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. നിങ്ങളുടെ സാമ്പത്തികം എന്തുവാകട്ടെ, ഞാനിങ്ങനെ കുറച്ച് വിഷയങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ ഇങ്ങനെ ആർക്കും അവനെ സാധിച്ചില്ല. ആർക്കും സാധിക്കാത്തത് ദൈവത്തെ കൊണ്ട് സാധിച്ചു. ആർക്കും എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ സംഭവിക്കുന്ന അത്ഭുതം നോക്ക്. യേശു അവൻ്റെ അടുത്തേക്ക് വന്ന്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, എല്ലാവരാലും അവഗണിക്കപ്പെട്ട വ്യക്തി, ഇനി ഒരിക്കലും ശരിയാകത്തില്ല അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, അവിടെ തന്നെ ജീവിച്ചു, അവിടെ തന്നെ ഏതെങ്കിലും സമയത്ത് മരിച്ച് ആ കൂട്ടത്തിൽ അങ്ങനെ മണ്ണിനടിയിൽ പോവും, അങ്ങനെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവനെ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തി അവനെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. ഇതെന്തിനാ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്? 2000 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നമ്മുടെ ബൈബിളിൽ എന്തിനാ എഴുതി വെച്ച്? ഞാൻ എന്തിനിത് വായിക്കണം? വായിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇതുപോലെയുള്ള ഒരു അനുഭവത്തിലാണ് നീയെങ്കിലും ഞാനെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിലും, ഈ അവസ്ഥയിൽ നിന്ന് പോലും, ഈ ചാരത്തിൽ നിന്ന് പോലും, ഈ പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിൽ നിന്ന് പോലും ദൈവത്തിന് നിന്നെ വീണ്ടും രക്ഷിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം, ഈ ബൈബിൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നീ തകർന്ന ആളാണേലും, പരാജയപ്പെട്ട ആളാണ്, ഇപ്പോൾ കിടക്കുന്ന സ്ഥലം ശവകുടീരം പോലെ, മരിച്ച മനസ്സും മരിച്ച ശരീരവും ഒക്കെ ആയിരിക്കാം, എല്ലാം കൊണ്ടും തീർന്നുവെന്ന്, ആരെക്കൊണ്ടും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നൊക്കെ വിചാരിച്ച് എഴുതിത്തള്ളിയ വിഷയമായിരിക്കാം. ചിലപ്പോൾ നമ്മളങ്ങനെ പറയില്ലേ, ഞാനിനി ഈ വിഷയം പ്രാർത്ഥിക്കുന്നില്ല, ഞാനത് എഴുതി തള്ളിയതാണ്. നിങ്ങൾ എഴുതി തള്ളിയതായിക്കൊള്ളട്ടെ, ദൈവം അതിനെ വീണ്ടും കൈക്കൊള്ളും. വീണ്ടും അതിനെ ദൈവം കൈകളിലെടുക്കും, വീണ്ടും അതിനെ ദൈവം അത്ഭുതമാക്കി മാറ്റും. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ദൈവം യേശു ക്രിസ്തു ആ വ്യക്തിയെ അന്വേഷിച്ച് അവിടെ വന്നതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം ഇറങ്ങി അന്വേഷിച്ച് വരുന്ന ഒരു അനുഭവം ഉണ്ടാവും.
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ആ ഇരുട്ട് മുറിയിൽ ആ ഒരു അന്തരീക്ഷത്തിൽ മനസ്സും വിഷമിച്ച് നിരാശയുള്ള മനസ്സ് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരുവാണ്. അവിടുന്ന് ആ ഇരുട്ടിൽ നിന്ന് നിങ്ങളെങ്ങനെ ആ ഒരു ചങ്ങലകളിൽ നിന്ന് പല അവസ്ഥകളിൽ നിന്ന് പൊട്ടിച്ച് ഒരു എട്ടുകാലി വലയിൽ വീണ പ്രാണിയെപ്പോലെ എല്ലാ വിധത്തിലും മൂടപ്പെട്ടും ചുറ്റപ്പെട്ടും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കാൻ ഒരു ദൈവം നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു ദൈവം നിന്നെ തേടി വരുന്നുണ്ട്. ആ വിഷയം നീ മറക്കരുത്. ആ വിഷയം മറക്കരുത്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നിന്നെ അന്വേഷിച്ച് വരുന്നൊരു സമയമാണ്. ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇവിടെ. രണ്ടാമത്തെ വിഷയം എന്നറിയാമോ? അതേ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് രക്തസ്രാവക്കാരിയെക്കുറിച്ച്. അവിടെയും എഴുതിയിട്ടുണ്ട്, വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി അവിടെ നിപ്പുണ്ടായിരുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന 26-ാമത്തെ വാക്യം, പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെട്ടു, കൈവശമുള്ള എല്ലാം ചെലവഴിച്ചു, ഒരു പൊടിക്ക് സ്ഥിതി മെച്ചപ്പെട്ടില്ല. ഞാനത് ഒന്നും കൂടെ പറയാം. ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയാണിത്. രക്തസ്രാവം എന്ന ഒരവസ്ഥയിൽ വിഷമിച്ചിരുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പല വൈദ്യന്മാരുടെയും അടുത്ത് ഇതിനോടകം പോയി, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് മരുന്ന് കഴിച്ചു, അവർ പറയുന്ന ചികിത്സാ വിധികളൊക്കെ ഞാൻ അതേപോലൊക്കെ ചെയ്തു. എൻ്റെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടായില്ല. എൻ്റെ കയ്യിലുള്ള പണം തീർന്നതല്ലാതെ, എൻ്റെ കൈവശമുള്ളത് മുഴുവൻ തീർന്നു പോയി എന്നല്ലാതെ എൻ്റെ സ്ഥിതിക്ക് മാറ്റം ആ ഇരിക്കുന്ന സമയത്താണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ആ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ആ സ്ത്രീ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി, എൻ്റെ രോഗമൊന്നും മാറത്തില്ല, ഇനി ഞാൻ ശരിയാകത്തില്ല, ഞാനിങ്ങനെ അങ്ങ് മരിച്ചു പൊക്കോട്ടെ, എൻ്റെ ഭാവി തീർന്നു എന്നും പറഞ്ഞ് ആ വീടിൻ്റെ ആ ഒരു 4 മൂലയ്ക്ക് ഒതുങ്ങി നിരാശപ്പെട്ട് ഒരു മാനസിക രോഗിയെപ്പോലെ ഇരുന്നായിരുന്നെങ്കിൽ സൗഖ്യം പ്രാപിക്കുമായിരുന്നോ? ഇല്ല. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് യേശുവിനേക്ക് അവിടെ ചെന്നിട്ട് ആ ജനക്കൂട്ടത്തിനിടയിൽ പോയി നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അതൊരു വിശ്വാസമാണ്. നിങ്ങളൊരു പക്ഷേ ഈ ഒരു ശാലോം TV-യുടെ ഈ ഒരു ഫ്രെയിമിലായിരിക്കും ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് വിശ്വസിക്കുക, ഈ വചനം എന്നെ ഇന്ന് സുഖപ്പെടുത്തും, ഈ വചനം എന്നെ മാറ്റും, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകും, എനിക്കൊരു ഒരു പുതിയ ജീവിതം എനിക്ക് കിട്ടും എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. കാരണം നമ്മൾ 33 ദിവസം നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഈ സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു പറയുന്നുണ്ട്, ആരോ എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്. നമ്മുടെ വസ്ത്രത്തിൽ തൊട്ടാൽ നമ്മൾ ഒരിക്കലും അറിയത്തില്ല, ശരീരത്തിൽ തൊടുമ്പോഴാണ് അറിയുന്നത്. യേശു എങ്ങനെയാണ് വസ്ത്രത്തിൽ തൊട്ടത് അറിഞ്ഞത്? വിശ്വാസത്തോടെയുള്ള ഒരു തൊടലിന് വരെ, ഒരു ടച്ചിങ്ങിന് വരെ ആ ദൈവസന്നിധിയിൽ എന്തു വിലയുണ്ടെന്ന് ഓർത്ത് നോക്കൂ. വിശ്വാസത്തോടെ ആ വസ്ത്രത്തിലൊന്ന് തൊട്ടതേ ഉള്ളൂ. നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ എത്രയോ പേര് തൊട്ടു, നമ്മൾ അറിഞ്ഞു പോലുമില്ല, നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ യേശു പറഞ്ഞു, വിശ്വാസത്തോടെ ആരോ എന്നെ തൊട്ടു. ആയിരക്കണക്കിന് ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ടാവും. വിശ്വാസത്തോടെ എത്ര പേര് കേൾക്കുന്നുണ്ട്? വിശ്വാസത്തോടെ കേൾക്കുന്നവരെ ദൈവത്തിന് അറിയാം. വിശ്വാസത്തോടെയുള്ള ചെറിയ സ്പർശനം പോലും, വസ്ത്രത്തിലുള്ള തൊടൽ പോലും ദൈവസന്നിധിയിൽ എന്തു വിലയാണ്. അപ്പോൾ ശിഷ്യന്മാർ വരെ ചോദിച്ച്, എത്രയോ പേര് ഇവിടെ നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? എത്രയോ പേര് ഇതിനിടയിൽ തൊട്ടും മുട്ടിയും പോകുന്നുണ്ട്, അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമല്ലേ എന്ന് ചോദിച്ചപ്പോൾ യേശു അതിനൊന്നും ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, വിശ്വാസത്തോടെ ആരും എന്നെ തൊട്ടു. അപ്പോൾ ആ സ്ത്രീ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നറിഞ്ഞ് ഞാനാണ് തൊട്ടത് എന്ന് പറഞ്ഞ് വന്ന് യേശുവിൻ്റെ അടുത്ത് കാൽക്കൽ വീഴുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ തൊടും. ഈ വചനം നിങ്ങളെ തൊടുമ്പോൾ ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നു, അന്നുവരെ മാറാത്ത സ്ഥിതി മാറി. അപ്പോൾ ഒരു കാര്യം വ്യക്തിപരമായി സ്വീകരിക്കുക, നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ഈ വചനത്തിനും ഈ ദൈവത്തിനും കഴിയും. മറ്റൊന്നിനും നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയത്തില്ല. സ്ഥിതി മാറ്റുന്നവൻ ദൈവമാണ്. സ്ഥിതി മാറ്റുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ദൈവം നമ്മളുടെ സ്ഥിതി മാറ്റും. ഒരുപക്ഷെ നിങ്ങൾ പറയില്ലേ, എൻ്റെ സ്ഥിതി ഇങ്ങനായിപ്പോയല്ലോ, എൻ്റെ വീടിൻ്റെ സ്ഥിതി ഇങ്ങനായിപ്പോയല്ലോ, ഇങ്ങനായിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. നിങ്ങളും ഈ സ്ത്രീയെ പോലെ എൻ്റെ ആ വസ്ത്രത്തിൽ തൊട്ടാൽ എൻ്റെ ഈ സ്ഥിതി മാറും, ഈ വചനം ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതികളെ ദൈവം മാറ്റും. പ്രാർത്ഥനയ്ക്കും ദൈവീകമായ ആ ഒരു സാന്നിധ്യത്തിനും നമ്മുടെ സ്ഥിതികളെ മാറ്റാൻ അത്ഭുതകരമായ കഴിവുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, ആരെ കൊണ്ടും സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത ഈ വ്യക്തിയുടെ ഈ അവസ്ഥയെ യേശു അത്ഭുതകരമായി സുഖപ്പെടുത്തി. ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത ആദ്യത്തെ അനുഭവം എന്താണ്?
കല്ലറകൾക്കിടയിൽ, ശവകുടീരങ്ങൾക്കിടയിൽ കിടന്ന ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ എല്ലാവരും എഴുതിത്തള്ളിയ ഒരു വ്യക്തിയെ അത്ഭുതകരമായ യേശു സൗഖ്യമാക്കി. 2, ഈ രോഗിയായ മനുഷ്യനെക്കുറിച്ച്, ഈ സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി, എല്ലാ മരുന്നുകളും അവർ എഴുതി കുത്തിക്കൊടുത്ത് ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ മാറ്റം വരുത്തി. അടുത്തൊരു കാര്യം കൂടി വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് യേശു അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 35 മുതലുള്ള വാക്യങ്ങൾ, സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാണ് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചു. 36-ാമത്തെ വാക്യം, ഇത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, അടക്ക് തീരുമാനിക്ക്. നമുക്ക് 11 മണിക്ക് 2:30 ഈ വ്യക്തിയെ അടക്കാം, ഞാനും വരാം എന്നല്ല പറഞ്ഞത്. അതാണ് 36-ാമത്തെ വാക്യം. ഇത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ ഒരു ചെറിയ ഒരു വാക്ക് എഴുതിയിരിക്കുക, വിശ്വസിച്ചാൽ മതി എന്നല്ല, വിശ്വസിക്കുക മാത്രം. പ്രിയപ്പെട്ടവരെ, മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? തീർന്നു. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. മരിച്ചു. ഇതുപോലെ മരിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മരിച്ചു, നമ്മൾ വിധി എഴുതി, ഇത് തീർന്നു, ഇനി ഇത് നടക്കത്തില്ല, ഇനി ആര് വിചാരിച്ചാലും. നമ്മൾ അങ്ങനെയൊക്കെ പൂട്ടിവെച്ച കുറേ കാര്യങ്ങളില്ലേ, മടക്കി പൂട്ടിവെച്ച കുറേ കാര്യങ്ങളില്ലേ, അതേ നോക്കിയിട്ടാണ് നമ്മുടെ മനസ്സുമടുത്തിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന മനസ്സുമായിട്ടിരിക്കുന്നവരോട് ദൈവം വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശരിയാകില്ല എന്നല്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്തെങ്കിലും നടന്നുവെന്ന് നമുക്ക് വായിക്കാം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ ചെന്നു. ബഹളം വെക്കുന്നവരും കരയുന്നവരും വിലപിക്കുന്നവരും അലമുറയിടുന്നവരെയും എല്ലാം യേശു കണ്ടു. യേശു അവരോട് ചോദിച്ചു, എന്തിനാണ് ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്യുന്നത്? ഇത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നവർ ഈ യേശുവിനെ പരിഹസിച്ച്, എന്തു വർത്തമാനമായി പറയുന്നത് എന്ന് ചോദിച്ചു. ആ യേശു അവിടെ ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവൻ അവളെ കൈക്ക് പിടിച്ച്, ബാലിക എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കുമെന്ന്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയത്തിൽ കൊണ്ടൊരു വാക്കുണ്ട്, കൈക്ക് പിടിച്ചു എന്ന്. മരിച്ച് പെട്ടിയിൽ കിടത്തിയിരിക്കുന്ന, ഇനി ആരെ കൊണ്ട് ഒരു മെഡിക്കൽ സയൻസിനും ഒരു ഡോക്ടർമാർക്കും ഒരു വൈദ്യനും ഇനി ഒരു ശാസ്ത്രജ്ഞനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ മരവിച്ചു പോയ ഒരു കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ചിട്ട് യേശു പറഞ്ഞു, എഴുന്നേൽക്കുക. ആ കൊച്ച് എഴുന്നേറ്റു, അത്ഭുതമായി മാറി. പ്രിയപ്പെട്ടവരെ, 3 വിഷയങ്ങളാണ് ഈ ദിവസം നിങ്ങൾ കേട്ടത്. ഇത് 3 വിഷയങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം എഴുതിയിരിക്കുന്നത് 3 അസാധ്യ കാര്യങ്ങളെക്കുറിച്ചാണ്. 3 അസാധ്യ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ കാര്യം, കല്ലറകൾക്കിടയിൽ കിടന്ന, സിമിത്തേരിയിൽ ശവകുടീരങ്ങളോടൊപ്പം കടന്നിരുന്ന ഒരു മനുഷ്യൻ, ആരെ കൊണ്ടും രക്ഷിക്കാൻ കഴിയാത്തവൻ, അവനെ യേശു രക്ഷിച്ചില്ലേ? 2, രക്തസ്രാവമുള്ള സ്ത്രീ, എല്ലാ വൈദ്യന്മാരും അടുത്ത് പോയി, ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ കഴിയില്ല, സ്ഥിതി മാറ്റാൻ കഴിഞ്ഞില്ല, യേശു ഒരു അത്ഭുതം ചെയ്തില്ലേ? 3-ാമത്തെ കാര്യം, സിനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചു, എല്ലാം അവസാനിച്ചു, തീർന്നു എന്ന് വിധി എഴുതിയ സ്ഥലത്ത് ദൈവം പ്രവർത്തിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ഈ 3 വിഷയവും ഈ 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസാധ്യമെന്ന് പറഞ്ഞ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന്. ഇന്നത്തെ ആരാധനയും നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഈ 13-ാമത്തെ ദിവസവും ഇതുപോലെ ഒരു 5-ാം അധ്യായത്തിന് കാരണമാകും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു 5-ാം അധ്യായം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലും ഇതുപോലെ അസാധ്യ കാര്യങ്ങൾ നടന്ന ഒരു 5-ാം അധ്യായം എഴുതി ചേർക്കപ്പെടും. എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ സാമ്പത്തികം ഇങ്ങനെയായിരുന്നു, എൻ്റെ ആരോഗ്യം ഇങ്ങനെയായിരുന്നു, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെയായിരുന്നു, എനിക്കിത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ദൈവം നിന്നോട് പറയുന്നു. അസാധ്യ കാര്യങ്ങളെ ദൈവം അത്ഭുതകരമായി നിനക്കായി സാധിച്ചു തരും. നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്തു തരും. കാരണം ഇത് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ഇതെന്തിന് എഴുതി വെച്ചിരിക്കുന്നു? ഞാൻ എന്തിനിത് വായിക്കണം? ഞാൻ എന്തിനിത് പ്രസംഗിക്കണം? എന്തിന് ഞാനിതിന് കേൾക്കണം? ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ദൈവം എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചെവികളിൽ ഈ അരമണിക്കൂർ മുഴങ്ങിക്കേട്ടത് അസാധ്യ കാര്യങ്ങൾ ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള സ്വരമാണ്. ആ സ്വരം നിന്നെ ചലിപ്പിക്കും. ആ സ്വരം നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ വചനങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. 5-ാം അധ്യായം നിങ്ങൾ തുറന്ന് നിങ്ങളുടെ മടിയിൽ സൂക്ഷിച്ചു എന്ന് ഞാൻ കരുതുന്നു. 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 3 സംഭവങ്ങളും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനുഷ്യനെ കൊണ്ടും കഴിവുള്ളവനെ കൊണ്ടും സ്വാധീനമുള്ള ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം നിഷ്പ്രയാസം ദൈവം ചെയ്തു. അതിന് അരമണിക്കൂർ എടുത്തോ? അത് 10 ദിവസം കൊണ്ട് ആലോചിച്ച് ചെയ്തതാണോ? അത് ഒരു 10 മിനിറ്റ് കൊണ്ട്, സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇങ്ങനെ ഇത്രയും ഈ വിഷയത്തെയൊക്കെ
ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നേതാവിനും ഏറ്റവും വലിയ കോടീശ്വരനും ഇതേപോലെ ഒരു വിഷയം കിട്ടിയാൽ പരിഹരിക്കുമോ? ഇല്ല. അവർ ആ പ്രശ്നത്തിന് മുമ്പിൽ വട്ടം കറങ്ങത്തേ ഉള്ളൂ. അവരുടെ സ്വാധീനം കൊണ്ട് നടക്കത്തില്ല ഇങ്ങനത്തെ പ്രശ്നം. ഇതുപോലുള്ള പ്രശ്നം സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട്, ആകെ ഇത്രയും വരികളെ ഇതിനകത്തുള്ളൂ. ഇതെല്ലാം കൂടെ എടുക്കാൻ കുറച്ച് സമയത്തിനുള്ളിൽ 3 അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ദൈവം നടത്തി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിലും നീ അസാധ്യമെന്ന് ചിന്തിച്ച കാര്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവം ഉണ്ടോ? ചിലർ പറയും ശരീരത്തിൽ രോഗമുണ്ട്, എത്ര മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമാകുന്നില്ല. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ രോഗസൗഖ്യത്തിന് വേണ്ടി ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച് ആ അസാധ്യ കാര്യങ്ങൾ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തൊരു വേദനയായിരിക്കാം, നടുവിൻ്റെ ഒരു വേദനയായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അസ്വസ്ഥതയായിരിക്കാം. ഒരു നിമിഷം ആ ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ തന്നെ വെച്ച് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം ഒന്ന് പ്രാർത്ഥിച്ച നിയോഗത്തോടെ ഈ 13ാമത്തെ ദിവസം ഈ 5-ാം അധ്യായം പോലെ ഓർക്കാൻ പാകത്തിന് ഒരു വലിയൊരു സാക്ഷി നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി ചേർക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാകാം, നിങ്ങളുടെ സ്വപ്നങ്ങളാകാം, നിങ്ങളുടെ പ്രതീക്ഷകളാകാം, വീടാകാം, മക്കളാകാം, ജീവിത പങ്കാളിയാകാം, ആരുമാകട്ടെ, അസാധ്യ കാര്യങ്ങളെ ദൈവം സാധിച്ചു തരും. മനുഷ്യർക്ക് അസാധ്യമായത് എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ വീടുകളിൽ ഈ ദൈവസ്വരം മുഴങ്ങട്ടെ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം മുഴങ്ങിക്കൊണ്ടിരുന്നതിന് ശേഷമാണ് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ആരാധനയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കി തരും.